UK വാർത്തകളിലേക്ക് സ്വാഗതം. 3 വർഷം മുമ്പെത്തിയ മലയാളി നഴ്സ് പ്രിയങ്ക മോഹൻ 1.5 വയസ്സുകാരി മകളെ തനിച്ചാക്കി യാത്രയായി. സൗത്ത് പോർട്ടിലെ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് വെയിൽസിൽ നിന്നും. പ്രിയങ്കയുടെ സംസ്കാര ചടങ്ങുകൾ മുംബൈയിൽ. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സമാഹരിച്ചത് 11,000 പൗണ്ടിലേറെ. ഒട്ടേറെ പ്രതീക്ഷകളുമായി UKയിലെത്തിയ മലയാളി നഴ്സ് പ്രിയങ്ക മോഹന് ആകസ്മിക വിയോഗം. തെക്കൻ ജില്ലയിൽ നിന്നും മുംബൈയിലേക്ക് കുടിയേറിയ മലയാളി കുടുംബത്തിലെ അംഗമാണ് പ്രിയങ്ക. ലങ്കാഷെയർ ടീച്ചിംഗ് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന പ്രിയങ്ക വെയിൽസിൽ യാത്രയ്ക്കിടെ മരണപ്പെട്ടു എന്നാണ് കുടുംബം അറിയിക്കുന്നത്. തികച്ചും ആകസ്മികമായ സാഹചര്യത്തിൽ വെറും 1.5 വയസ്സുള്ള കുഞ്ഞിനെ തനിച്ചാക്കി മടങ്ങിയ അമ്മയ്ക്കുള്ള അശ്രുബലി എന്ന നിലയിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനും മറ്റുമായി 11,500 പൗണ്ടിലേറെ സമാഹരിച്ചിരിക്കുകയാണ്. മരണം സംബന്ധിച്ച് പോലീസ് അഭ്യർത്ഥന മാനിച്ച് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തു വരാതിരുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ഫണ്ട് പിരിവ് ശ്രദ്ധയിൽപ്പെട്ട ഒട്ടേറെ ആളുകൾ വാസ്തവം തേടി ബ്രിട്ടീഷ് മലയാളിയെ ബന്ധപ്പെട്ടിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ മരണത്തെ തുടർന്ന് ഇപ്പോൾ പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. സൗത്ത് പോർട്ടിൽ പ്രിയപ്പെട്ടവർക്കായി ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി പൊതുദർശനം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് ഏറ്റവും വേഗത്തിൽ പ്രിയങ്കയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചുള്ള ആചാരപൂർവ്വമുള്ള സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ലീഡ്സിലെ കലാപത്തിന് തുടക്കം റോമ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടിയെ പോലീസ് വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കാറിൽ വലിച്ചു കയറ്റുന്ന വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ബസ് കത്തിച്ചും പോലീസ് വാഹനങ്ങൾ തകർത്തുമുണ്ടായ കലാപത്തിൽ ആശങ്കയോടെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന കലാപത്തിന്റെ ഞെട്ടൽ മാറുന്നതിനു മുൻപായി പോലീസ് തങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന ആരോപണവുമായി ലീഡ്സിലെ ജനങ്ങൾ രംഗത്ത്. അക്രമം അഴിച്ചുവിട്ട അക്രമികൾ പോലീസുകാരെയും ആക്രമിച്ചിരുന്നു. ഒരു പോലീസ് വാഹനം തകർക്കുകയും ഡബിൾ ഡെക്കർ ബസ്സിന് തീയിടുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഒരു കുട്ടിയെ പോലീസ് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി വാനിലേക്ക് കയറ്റുന്ന വീഡിയോ ദൃശ്യവും ലഭ്യമായിട്ടുണ്ട്. ഈ കുട്ടിയെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിയതാണ് ലഹള തുടങ്ങുവാൻ കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പോലീസിന് ചുറ്റും ആളുകൾ കൂടി തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. അതിനിടെ ഇന്നലെ അഗ്നിക്കിരയായ ബസിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഹെയർ ഹിൽസിൽ ആയിരുന്നു ബസ്സിന് തീയിട്ടത്. കടുത്ത ആക്രമണങ്ങൾ നടക്കുന്നതിനാൽ സംഭവസ്ഥലത്തെത്താൻ അഗ്നിശമന പ്രവർത്തകർ വിസമ്മതിക്കുകയായിരുന്നു. അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ചിലരെ അറസ്റ്റ് ചെയ്തതായി വെസ്റ്റ് യോർക്ക്ഷയർ പോലീസ് അറിയിച്ചു. ഇനിയും ചിലർ കൂടി അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം അറസ്റ്റിലാകുമെന്നും പോലീസ് പറയുന്നു. യൂറോപ്പിലാകെ പരന്നു കിടക്കുന്ന ഒരു വംശീയ ന്യൂനപക്ഷമാണ് റോമ സമൂഹം. വിവേചനങ്ങൾക്കും ദാരിദ്ര്യത്തിനും വിധേയമായ ഒരു സമൂഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമായിരുന്നു ലീഡ്സിൽ ദർശിച്ചത്. ഇവിടുത്തെ വിവിധ പിന്നോക്ക മേഖലകളിലായി 5,000-ഓളം റോമ സമൂഹ അംഗങ്ങൾ ഇവിടെയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പലരും കൂട്ടുകുടുംബമായിട്ടോ വലിയ കുടുംബമായിട്ടോ ആണ് കഴിയുന്നത്. കുട്ടിയുടെ ക്ഷേമവും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിലെ ഒരു കുട്ടിയെ വീട്ടിൽ നിന്നും മാറ്റാൻ പോലീസ് സോഷ്യൽ വർക്കർമാരും എത്തിയതോടെയായിരുന്നു പ്രശ്നങ്ങൾക്ക് ആരംഭമായത്. 1 പൗണ്ടിന് 108 രൂപ കുതിച്ചുയർന്ന ബ്രിട്ടീഷ് കറൻസി. ലേബർ സർക്കാരിൽ ആഗോള വിപണിക്ക് പ്രതീക്ഷ. രൂപയ്ക്കെതിരെ 108.17 എന്ന നിലയിൽ ബ്രിട്ടീഷ് പൗണ്ട്. ഇതോടെ നാട്ടിലേക്ക് പണമയക്കാനുള്ള പ്രവാസികളുടെ താൽപ്പര്യം കൂടിയിട്ടുണ്ട്. UK സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴുമെന്ന പ്രതീക്ഷ ശക്തമായതോടെയാണ് കറൻസി കരുത്തു നൽകിയത്. ഡോളറിനെതിരെ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് പൗണ്ട്. ഡോളറിനെതിരെ മൂല്യം 1.29 ആയാണ് മുന്നോട്ടു പോയത്. ഈ വർഷം ഡോളറിനെതിരെ സ്റ്റൈർലിംഗ് കൂടുതൽ നേട്ടങ്ങൾ കരസ്ഥമാക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ പക്ഷം. $1.35 വരെ എത്തുമെന്നാണ് US ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഗോൾഡ്മാൻ സാഷസ് പ്രവചനം. വിൻഡോസ് തകർച്ചയിൽ നിന്നും ലോകം തിരിച്ചുവരുന്നു. സൈബർ സുരക്ഷാ കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്കിന്റെ അപ്ഡേറ്റിലുണ്ടായ വീഴ്ചയിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രവർത്തനം തകരാറിലായ അവസ്ഥയിൽ നിന്നും സേവനങ്ങൾ പതിയെ ഓൺലൈനിൽ തിരിച്ചെത്തി തുടങ്ങി. എയർപോർട്ട്, ഹെൽത്ത് കെയർ സേവനങ്ങൾ, ബിസിനസ് എന്നിവയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഔട്ടേജ് ബാധിച്ചത്. ഇത് സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട്. ഹെൽത്ത് കെയർ, ധനകാര്യം, ട്രാവൽ കമ്പനികൾ എന്നിവയുടെ സിസ്റ്റങ്ങൾ തിരികെ എത്തിക്കാൻ IT വിദഗ്ധർ വിയർപ്പൊഴുക്കുകയാണ്. ടെക്സാസ് ആസ്ഥാനമായ ക്രൗഡ് സ്ട്രൈക്ക് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് മൈക്രോസോഫ്റ്റ് വിൻഡോസ് കമ്പ്യൂട്ടറുകളെയാണ് പ്രതിസന്ധി ബാധിച്ചത്. എയർപോർട്ടുകൾ, പേയ്മെന്റ് സിസ്റ്റം, റെസ്റ്റോറന്റ്, NHS തുടങ്ങി ഫോർമുല 1 വരെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് തകരാറിലായത്. മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി NHSനെയും സാരമായി ബാധിച്ചു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സ നൽകാൻ കഴിയാതെ റോയൽ സറെ NHS ഫൗണ്ടേഷൻ
ട്രസ്റ്റ് ഗുരുതരാവസ്ഥ റിപ്പോർട്ട് ചെയ്തു. മുൻപ് നിശ്ചയിച്ച റേഡിയോ തെറാപ്പി ചികിത്സകൾ നൽകാൻ കഴിയാതെ വന്നതാണ് പ്രതിസന്ധിയായത്. അടുത്തയാഴ്ച വരെയുള്ള അപ്പോയിൻമെൻറ്റുകളെ പ്രശ്നം ബാധിക്കുമെന്ന് ട്രസ്റ്റ് വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള വിവിധ GP സർവീസുകളെയും മൈക്രോസോഫ്റ്റ് പണിമുടക്ക് ബാധിച്ചു. പുതിയ വാർത്താവിശേഷങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.